വിജിലൻസ് അന്വേഷണവും നേരിടുകയാണ്. അപ്പോഴും ലോ ആൻഡ് ഓർഡർ ഒന്നും മാറ്റുന്നില്ല എന്നുള്ള കാര്യമല്ലേ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്? ഇല്ല, സസ്പെൻഡ് ചെയ്ത എല്ലാം പോയില്ലേ. ഇപ്പൊ മാറ്റുക എന്നതിൽ നിന്ന് മാറിയല്ലോ, ആ ഒരു സിറ്റുവേഷൻ മാറി, അടുത്തൊരു സ്റ്റേജിലേക്ക് കേസെത്തി. ഇവിടെയാണ് ഇപ്പൊ ഞാനത് പറയുന്നത്, മുമ്പ് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാനിപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ, ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് CM-ന്റെ അടുത്തേക്ക് എത്തൂ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത്, ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി, രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 7 ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യമില്ല, നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ്. കേരളത്തിലെ ജനം അന്വേഷിച്ചാണ് എന്താ ഇത് നീണ്ടുപോകുന്നത്. ആ നീണ്ടുപോകേണ്ടുന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി, ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പൊ കാണുകയാണ്. അതായിരിക്കും യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുമോ? എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ? PV Anwar MLA മാധ്യമങ്ങളെ കാണുകയാണ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്.